ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മക്ക് മൊത്തത്തിൽ കലി കയറണം കേട്ടോ. എല്ലാത്തിലും നന്ദിനിക്കാണ് വിജയം. തനിക്ക് വിജയമുണ്ടാവും എന്ന് കരുതി, മഞ്ജുവിന് വിജയമുണ്ടാവും എന്ന് കരുതിയോടത്തൊക്കെ നന്ദിനി വിജയിക്കുന്നു. അത് പത്മക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ പത്മ തൻ്റെ മക്കളോട് പറയാണ്, വേദയോട് പറയാണ്, ഇന്ദ്രജിയോട് പറയാണ്, വിജയോടും ഞാനിവിടെ നിൽക്കുന്നില്ല, ഇനി നിൽക്കുന്നതിൽ കാര്യമില്ല. അമ്മ നിൽക്കാതെ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വൈഷ്ണവി ദേവിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ആ സമയം മതി, നിർത്തിയേക്ക്, ഇനി സംസാരം വേണ്ട. എല്ലായിടത്തും എനിക്കാണ് തോൽവി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ വിജയം കാണാനും അവൾ ഒരു സുമംഗലി പൂജ അങ്ങ് കഴിയുന്നതിനോടുകൂടി അതെല്ലാം ഏറ്റുവാങ്ങുന്നതും കാണാനും എനിക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ പണിയൊക്കെ പോട്ടെ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ കമ്മിറ്റിക്കാരെയാണ് കാണിക്കുന്നത്. അവർ പ്രകാശ് വർമ്മയെ കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ വൈഷ്ണവി ദേവിയെയും അങ്ങനെ വരുന്നവരെ എല്ലാം സഹായിക്കുന്ന കൂട്ടരാണല്ലോ, അതുകൊണ്ടായിരിക്കും ലേറ്റ് ആവുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശ് വർമ്മ ഇറങ്ങുന്നു കേട്ടോ. പിന്നീട് വൈഷ്ണവി ദേവി അവരെ കണ്ടുകൊടുത്തന്നെ ഇവർ സ്വീകരിക്കുകയാണ്. എന്താ നേരം വൈകിയോ? ഇല്ല, നേരം വൈകിയില്ല, എത്തി, കുറേ നേരമായി, ഞങ്ങൾ കാത്തു നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അവരെ സ്വീകരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിലോ വൈഷ്ണവി ദേവി ഇറങ്ങുന്നു. അങ്ങനെ വൈഷ്ണവി ദേവി അവരുടെ അമ്മയും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഇവരിങ്ങനെ പറയുകയാണ് എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്രാവശ്യം വലിയൊരു സർപ്രൈസ് തന്നെ ഇവിടെ നടന്നിരിക്കുന്നു. സുമംഗലി പൂജയിൽ വിജയം കൈവരിച്ചിരിക്കുന്നത് 2 പെൺകുട്ടികളാണ്. ഈ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഈ അമ്പലത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുവരെ ഒരു ആൾക്കാണ് വിജയം കിട്ടിയിരുന്നത്, എന്നാൽ 2 കുട്ടികൾക്കും. എന്താ അവരുടെ പേര് എന്ന് വൈഷ്ണവി ദേവി ചോദിക്കുകയാണ്. അത് മഞ്ജുവും ഗിരിയും എന്ന് പറയട്ടോ. ആഹാ, കൊള്ളാലോ. പിന്നീട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എത്രമാത്രം വിലപ്പെട്ടാണെന്ന് നിങ്ങൾക്കറിയില്ല. മറ്റു അമ്പലങ്ങളെക്കാൾ എല്ലാം സൗഭാഗ്യം കൊണ്ടുവന്നത് ഈ അമ്പലമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും സന്തോഷമാണ് ഞങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ പ്രകാശ് ചോദിക്കുകയാണ്, എന്തായി ഇപ്രാവശ്യത്തെ ഇവിടുത്തെ ഈ ഒരു ഉത്സവത്തിന് കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നത്? അതെന്തായാലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള ഫണ്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വൈഷ്ണവി ദേവിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പ്രകാശ് പറഞ്ഞോളൂ എന്ന് പറയണം. അങ്ങനെ പ്രകാശ് പറയാണ്, ഫണ്ടിന് വേണ്ടി നിങ്ങൾ എവിടെയും തണ്ടണ്ട, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഞങ്ങൾ എല്ലാ സഹായവും. എന്താ ഈ പറയുന്നത്? ഒറ്റയ്ക്ക് നിങ്ങളെല്ലാം ഏറ്റെടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അപ്പോഴേക്കും പൂജാരി അവിടെ വന്നു കേട്ടോ. അങ്ങനെ പൂജാരി പറയണം, എന്തായാലും ഞാനും വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ദൈവം അതിനുള്ള അനുഗ്രഹം തരട്ടെ. എന്തായാലും മുത്തശ്ശി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയുന്നുണ്ട്, എല്ലാ വർഷവും വരണമെന്ന് കരുതും, പക്ഷേ ആ വർഷത്തും എന്തെങ്കിലും കേടുണ്ടാവും. ഇത്തവണയും വരാൻ പറ്റിയില്ലെന്ന് കരുതി, പക്ഷേ വരാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയെയും അതുപോലെ തന്നെ മഞ്ജുവിനെയാണ്. സൂര്യയും ഗിരിയും കൂടി പിണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ 2 പേരും ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ അവരുടെ പിണക്കം മാറ്റാൻ അവർ ശ്രമിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ കൈ കൊടുക്കുന്ന പരിപാടിയില്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇനി പ്രശ്നം, നിങ്ങൾ പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അങ്ങ് 2 പേരും ഒന്ന് കൊടുത്തിട്ട് ശരി ഞാൻ റൂമിലോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഗിരിയും സൂര്യയും പോകുന്നു കേട്ടോ. അപ്പം നന്ദിനി പറയണേ, ഇതെന്താ എത്ര അവരെ ഒരുമിപ്പിച്ചിട്ടും അവർ ഒരുമിക്കാത്തത്, ഇതെന്ത് ചെയ്യും മഞ്ജു? അത് ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, തോറ്റു എന്ന് 2 പേർക്ക് ഒരുമിച്ച് അങ്ങ് പറയാൻ കഴിയില്ല, അതാണ് അവരുടെ സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ വൈഷ്ണവി ദേവി റൂമിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവരുടെ പെട്ടിയ സാധനങ്ങളൊക്കെ അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കൊടുന്നു വെക്കാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈഷ്ണവി ദേവി ഇങ്ങനെ റൂമിൽ വരുമ്പോഴും ഈ പ്രകാശ് തൻ്റെ മന്ത്രിയാവുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അത് വൈഷ്ണവി ദേവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വൈഷ്ണവി ദേവി പറയാണ്, എൻ്റെ മകളുടെയും കാര്യത്തിൽ കുറച്ച് നേരം ശ്രദ്ധിക്കുക, ഇനിയെങ്കിലും ഫോൺ എടുത്ത് കേടോ. താൻ എന്താ ഒന്നും അറിയാത്ത പോലെ. എനിക്കങ്ങനെ ആ ഫോൺ അങ്ങ് എടുത്തു വെക്കാതിരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കാനും പറ്റില്ലെന്ന് എന്നെയൊക്കെ കൂടുതൽ തനിക്കറിയാം. പിന്നെ എന്തിനാണോ താനിങ്ങനെ പറയുന്നത്? അതല്ല പ്രകാശ്, എൻ്റെ ഈ നൃത്തത്തിനുള്ള ആളുകൾ അവിടെ നിന്ന് വന്നിട്ടില്ല. മാനേജർക്ക് നിങ്ങളൊന്ന് വിളിക്കുകയാണെങ്കിൽ നിൻ്റെ മാനേജർക്ക് ഞാൻ എന്തിനു വിളിക്കണം? ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ വിളിച്ചാൽ തന്നെ കാര്യങ്ങൾ ഇതാവും. അങ്ങനെയല്ല പ്രകാശ്, നീ വിളിക്കുമ്പോൾ അതിൻ്റേതായ ആ ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് നീ വിളിക്കുക. അപ്പോൾ ഫോൺ എടുക്കണം. അമ്മയും മക്കളും ഫോൺ എടുക്കണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട ഉടൻ തന്നെ കുഞ്ഞും പറയാണ് കേട്ടോ, ഫോൺ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കാണാം ആരോ കതകിൽ തട്ടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജ് ആയിരിക്കും എന്നവർ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയെയും അതുപോലെ ഇവരുടെ ശത്രു ഉണ്ടല്ലോ, നന്ദിനിയുടെ ശത്രു ഉണ്ടല്ലോ, അയാളെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ കൈ കോർത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, എന്തായാലും നമുക്ക് വൈഷ്ണവി ദേവിയെ ഉന്നം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, എന്തായാലും എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇട്ട് തീർക്കാം. അതൊക്കെ ശരിയാണ്. ആദ്യം വൈഷ്ണവി ദേവിയുടെ കുഞ്ഞിനെ ആവാം കയ്യിൽ പിടിക്കേണ്ടത്. അവരെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായും നമുക്ക് തിരിച്ചടി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ
നന്ദിനിയും അതുപോലെ മഞ്ജുവും കൂടിയിട്ട് വൈഷ്ണവി ദേവിയെ കാണാൻ വരുമ്പോൾ ഈ കുഞ്ഞ് പറയും എങ്ങോട്ടാ, ഞങ്ങൾക്ക് വൈഷ്ണവി ദേവിയെ കാണണം, അതിന് പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ഈ കുഞ്ഞ് പറയുമ്പോൾ ഇല്ല എടുത്തിട്ടില്ല. അപ്പോൾ ആരുടെ അടുത്ത് നിന്നാണോ പെർമിഷൻ എടുക്കേണ്ടതെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാം ഞാനാണ് മാനേജർ, എന്നോട് പറഞ്ഞോളൂ. അയ്യോ മാഡം ഞങ്ങൾക്ക് വലിയൊരു ആരാധികയാണ് ഞങ്ങൾ വൈഷ്ണവി ദേവിയുടെ, അവരുടെ നേരിട്ട് കാണണം, അവരോട് ഓരോന്ന് പറയണമെന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശരി നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റേതായ ഒരു കുസൃതി കാണിക്കുമ്പോൾ ഇവരൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈഷ്ണവി ദേവി പറയുകയാണെങ്കിൽ നിങ്ങൾ ആരാ, ഞങ്ങൾ ഇവിടുത്തെ സുമംഗലി പൂജയെ വിജയിച്ച നന്ദിനിയും മഞ്ജുവാണെന്ന് പറയുമ്പോൾ ഓ നിങ്ങളെ കാണാൻ ഞാൻ വല്ലാതെ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു, എന്തായാലും നിങ്ങൾ എൻ്റെ മുന്നിലോട്ട് വന്നത് നന്നായി. എന്തായാലും ഇവൾ പറഞ്ഞു മാനേജറാണ്, എന്ത് ഇവൾ അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഇന്ദ്രജയും അതുപോലെ വിജയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇന്ദ്രജയും വിജയും പറയണ എന്തായാലും അമ്മ പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല, ഇവൾക്ക് അച്ഛന് ജയമുണ്ട്, ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണമല്ലോ. അപ്പോൾ വിജയ് പറയണേ നമുക്ക് ആ കാർത്തികേയനെ പിടിച്ചാലോ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലോ അതൊക്കെ ചെയ്യായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അമ്മക്ക് മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം, നന്ദിനിയുടെ തോൽവി കണ്ടാൽ തന്നെ അമ്മ ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറുന്നൊക്കെ പറയാണ്. പിന്നീട് കുഞ്ഞിനെ ഉന്നം വെച്ചിരിക്കുകയാണ് ഗോപാൽജിയും കാർത്തികേയൻ്റെ ആൾക്കാരും, അങ്ങനെ ഗുണ്ടകൾ ഇങ്ങനെ കുഞ്ഞിൻ്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റിക്കാരുമായി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഈ വൈഷ്ണവി ദേവിക്ക് ഫോൺ വരുന്നത്, ഈ വരുന്ന ഡാൻസ് തൻ്റെ കൂടെ കളിക്കാനുള്ള ഡാൻസുകാർക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റിയെന്നുള്ള ഫോൺ കേട്ടോ. അത് കേൾക്കുന്നതോട് കൂടിയിട്ട് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല, ഞാനത് പ്രകാശിനെ കാണട്ടെ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കുഞ്ഞ് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ ഈ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് കണ്ണുരുട്ടി പേടിപ്പിച്ച് വരുന്ന സമയത്താണ് കേട്ടോ ഈ കുഞ്ഞ് വീഴാൻ പോകുന്നത്. അപ്പോഴേക്കും ഗിരിയും ഈ പറയുന്ന സൂര്യയും കൂടി കുഞ്ഞിനെ പിടിക്കുകയാണ്. അങ്ങനെ ഗിരിയാണ് ആദ്യം പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സൂര്യക്ക് വലിയ ഇഷ്ടമാവുകയാണ്. അങ്ങനെ നിങ്ങൾ ആരാധന ചോദിക്കും, ഞാൻ ഇവിടുത്തെ നിങ്ങളെല്ലാവരും അറിയുന്ന നർത്തകിയായ വൈഷ്ണവി ദേവി അറിയില്ലേ, അവരുടെ മകളാണ്, നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ കുഞ്ഞിനെ ഇറക്കി വിടുന്നുണ്ട്. ഇങ്ങനെ ഇവർ പറയുകയാണ്, ഉടൻ തന്നെ സൂര്യ പറയാണ് ഗിരിയോട് താങ്ക്സ് എന്ന് പറയാം കേട്ടോ. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെ രക്ഷിച്ചതിന് അതിന് താനും രക്ഷിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി ഞങ്ങൾ റൂമിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് പോവാണ്. പിന്നീട് വൈഷ്ണവി ദേവി ഈ കമ്മിറ്റിക്കാരോട് വന്നിട്ട് പറയണം, എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വെച്ചിരുന്ന 2 നർത്തകിമാരില്ലേ അവർക്കൊക്കെ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നൃത്തം ചെയ്യാൻ 2 പേരെ ആവശ്യമാണ്, അതിനെന്താ ഞങ്ങൾ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളാം, വൈഷ്ണവി ദേവി പേടിക്കണ്ട എന്നൊക്കെ പറയാം. അങ്ങനെ പ്രകാശിനോട് ചെന്നിട്ട് വൈഷ്ണവി ദേവി പറയുന്നുണ്ട് ഡാൻസ് ചെയ്യാൻ ഇനിയിപ്പോൾ ആരെ കിട്ടുക എന്താ അറിയില്ല. അപ്പോഴാണ് പൂജാരി വരുന്നത്. അപ്പോൾ പൂജാരി പറയണം ഞാനൊരു ഉപായം പറയട്ടെ, വൈഷ്ണവി ദേവിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ആരും താല്പര്യപ്പെടും, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ സുമംഗലി പൂജയിൽ 2 പേർക്ക് വിജയം കിട്ടിയിട്ടുണ്ട്, നന്ദിനിയും ഈ പറയുന്ന മഞ്ജു, അവരെ ഒപ്പം നിർത്തി ഡാൻസ് ചെയ്താൽ കാര്യം തീരാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ വൈഷ്ണവിക്ക്. അപ്പോൾ വൈഷ്ണവിക്ക് അവരെ കാണാനുള്ള തിടുക്കമായി. എന്നാൽ ഈ സമയം നന്ദിനിയും മഞ്ജുവും കൂടി സംസാരിക്കണം. നന്ദിനിയോട് ചോദിക്കുകയാണ് സത്യത്തിന് എൻ്റെ മനസ്സിൽ സൂര്യയോടുള്ള ഇഷ്ടം എത്ര, എന്തെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ നന്ദിനി. അപ്പോൾ എന്താ നീ എന്നെ കളിയാക്കിയതാണെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ കളിയാക്കിയതൊന്നല്ല, ഇങ്ങനെയുള്ള സ്നേഹങ്ങൾ തന്നെയാണ്, ആദ്യം വെറുപ്പ് കാണിക്കും പിന്നീട് അങ്ങ് സ്നേഹിക്കും, അങ്ങനെയാണല്ലോ ഗിരിയേട്ടനും ഞാനും ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്താണ് ഞാൻ ജീവിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ആഡംബരങ്ങളോടുകൂടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നു നീയും സൂര്യയും ഇനി ജീവിക്കും, നിങ്ങൾ ഒരുമിക്കും, നിനക്ക് സൂര്യയെ പിരിയാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് ഇന്ദ്രജയും ഈ പറയുന്ന വിജയാണ് കേട്ടോ കാണിക്കുന്നത്. അവർ ഏത് സമയവും സദാസമയം കൂട്ടാണല്ലോ, അവർക്ക് ഇതന്നെയാണല്ലോ പരിപാടി, എന്തായാലും അവർ തീർക്കണം, അവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നിട്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സൂര്യ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഗിരിയും വന്ന് നിൽക്കാനുണ്ട്. അപ്പോൾ സൂര്യ ഇങ്ങനെ നോക്കുക ഇവനെന്താ ഞാൻ വന്നോടത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൂര്യ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഗിരി പറയണം ഒന്നവിടെ നിന്ന് നിങ്ങൾ പോവല്ലേ, അതെന്താ അങ്ങനെ പറയുന്നത്, അല്ല നിങ്ങൾ പോവല്ലേ, എനിക്ക് നിങ്ങളോട് പിണക്കൊന്നുമില്ല, നമ്മുടെ ഭാര്യമാർക്ക് ഒരുമിക്കാമെങ്കിൽ നമുക്കും അങ്ങ് ഒരുമിച്ചാൽ എന്താ, അതിനെന്താ കുഴപ്പം എന്നവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കുഞ്ഞ് ഓടി വരുന്നത്, എൻ്റെ അമ്മ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന അച്ഛനും എന്ന് പറയണം. അപ്പോഴേക്കും വൈഷ്ണവി ദേവി ഓടി വരിക. അപ്പോൾ സൂര്യ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണ് ഇവളുടെ അമ്മ, നിങ്ങളാണ് എൻ്റെ കുഞ്ഞിനെ വീഴാൻ പോയപ്പോൾ രക്ഷിച്ചതെന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് കാണാം, അതെന്താ പ്രശ്നം, അതൊക്കെ ഉണ്ട്, അവരെവിടെയാണ്, അവർ ഹോട്ടൽ റൂമിലുണ്ട്, എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണേ. പിന്നീട്
ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ വൈഷ്ണവി ദേവി പറയാണ്, ഞാൻ നിങ്ങളോട് ഒരു സഹായം ചോദിച്ചാണ് വരുന്നത്. എൻ്റെ ഡാൻസിന് വരുന്ന എൻ്റെ ഒപ്പം നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? അത് കേൾക്കുന്ന മഞ്ജു ഒരുപാട് സന്തോഷവതിയുമാണ്. ആ സമയം ഗിരി പറയണ, മഞ്ജുവിന് നന്നായിട്ട് ഡാൻസ് അറിയാം, അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വൈഷ്ണവി ദേവിയുടെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യാനും. അപ്പോൾ ഈ സമയം നന്ദിനിയുടെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൂര്യയോട് ചോദിക്കുകയാണ് പ്രകാശ്, അല്ല നന്ദിനിക്ക് ഡാൻസ് അറിയുമെന്ന്. അപ്പോൾ ഉടൻ തന്നെ അവിടെ അത് പിന്നെ ഇവളുടെ കാര്യം എന്താടോ തോന്നിങ്ങനെ, തൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ, താനറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല എന്ന് പറയാം. അപ്പോഴേക്കും നന്ദിനി പറയണേ, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയണം. ആ സമയം ഭയങ്കര ടെൻഷനാവുകയാണ് കേട്ടോ ഈ വൈഷ്ണവി ദേവി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരാളല്ലേ കിട്ടിയുള്ളൂ, ഒരാൾക്ക് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മഞ്ജു പറയുന്നത്, നന്ദിനി നീയും കൂടി ഡാൻസ് കളിക്കാനുണ്ടെങ്കിൽ എനിക്കൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു, അതിന് എന്താ ഈ നാട്ടും പുറത്ത് കാര്യമായിട്ടും ഒരു ഡാൻസ് ഒന്നും പഠിച്ചില്ല, അത്രയൊന്നും കളിയാക്കണ്ട എന്നെ എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് സമയം കുടിക്കാനല്ലേ അറിയുള്ളൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയില്ല. അപ്പോഴേക്കും ഗിരി പറയാം, വെറുതെ വടി കൊടുത്ത് അടി മേടിക്കാൻ നിൽക്കേണ്ട സൂര്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഇന്ദ്രജയും അതുപോലെ വിജയനെ കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ്, എന്തായാലും നന്ദിനിക്ക് ഡാൻസ് അറിയില്ല, കാര്യം അമ്മയോട് വിളിച്ച് പറയാം, അമ്മയ്ക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവും, അവൾ ഇനിയും തോൽക്കാൻ പോവില്ലേ, ആ ഒരു സന്തോഷ വാർത്ത അമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പത്മക്ക് വിളിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.